ഒരു വിമാനം പറന്നുയർന്ന് പിന്നീട് ആ വിമാനം 37 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വിമാനത്തിലെ ഒരാൾക്ക് പോലും പ്രായം കൂടിയിരുന്നില്ല. വിമാനത്തിന് കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 37 വർഷങ്ങൾ വിമാനം എവിടെയായിരുന്നു? അത്രയും കാലം പറക്കാനുള്ള ഇന്ധനം അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? വൈമാനിക ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു സംഭവത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലാത്തിൻ്റെയും തുടക്കം 1955 ജൂലൈ 2 അന്നൊരു സാധാരണ ദിവസം പോലെയായിരുന്നു. കാലാവസ്ഥയും വളരെ നല്ല രീതിയിലായിരുന്നു. അങ്ങനെ പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914 4 ജീവനക്കാരും 57 യാത്രക്കാരുമായി മിയാമി ലക്ഷ്യമാക്കി ന്യൂയോർക്കിൽ നിന്നും പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ വിമാനം പതിയെ ടേക്ക് ഓഫ് ചെയ്തു. എന്നാൽ 3 മണിക്കൂറുകൾക്ക് ശേഷവും മിയാമി കൺട്രോൾ ടവർ റഡാറുകളിൽ ഈ വിമാനം കാണാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ അവർക്ക് അപകട സൂചനകളൊന്നും ലഭിച്ചിരുന്നുമില്ല. ന്യൂയോർക്ക് ടവറുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ചത് വളരെ വിചിത്രമായ ഇൻഫർമേഷൻ ആയിരുന്നു. അതായത് മിയാമി എയർപോർട്ടിൽ എത്തേണ്ടിയിരുന്ന ആ വിമാനം ആകാശത്തെവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. എയർ ട്രാഫിക് കൺട്രോളിന് പൈലറ്റുമായി റേഡിയോ വഴി ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. വിമാനത്തിനെക്കുറിച്ചോ പൈലറ്റിനെക്കുറിച്ചോ അതിലെ യാത്രക്കാരെക്കുറിച്ചോ ഒരറിവുമില്ല. സഹായത്തിനായുള്ള വിളികളുമില്ല. ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിൻ്റെ പാത പരിശോധിച്ചപ്പോൾ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തിന് മുകളിലൂടെയാണ് പറക്കേണ്ടിയിരുന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിമാനം കടലിൽ തകർന്നു വീണതാകാം എന്നതായിരുന്നു ഒരേയൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ. അങ്ങനെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ സംഘങ്ങളെ ഉടൻ നിയോഗിച്ചു. കോസ്റ്റ് ഗാർഡ് വിമാനത്തിനും യാത്രക്കാർക്കും വേണ്ടിയുള്ള തിരച്ചിൽ സമുദ്രത്തിൽ നടത്തി. പക്ഷേ അവർക്കൊന്നും കണ്ടെത്താനായില്ല. അത് വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരും യാത്രക്കാരുമടക്കം 61 പേർ വിമാനത്തോടൊപ്പം എങ്ങനെ ഇല്ലാതാകും? വേറെ വഴിയൊന്നുമില്ലാതെ വിമാനം തകർന്നു വീണെന്നും അതിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചു. പക്ഷേ ആ കേസ് ഒരിക്കലും തെളിയിക്കപ്പെട്ടില്ല. മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്തതിനാൽ പ്രിയപ്പെട്ടവർക്ക് മാന്യമായ ഒരു സംസ്കാരം നൽകാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ പതിയെ ആ കേസ് എല്ലാവരും മറന്നുപോയിരുന്നു. പക്ഷേ 37 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും വാർത്തയാകുമെന്ന് ആരും കരുതി കാണില്ല. അതായത് 1992 സെപ്റ്റംബർ 9 വെനിസ്വേലയിലെ കരാക്കസിൽ എയർ ട്രാഫിക് കൺട്രോളിലെ ജീവനക്കാർക്ക് അതൊരു സാധാരണ ദിവസമായിരുന്നു. അവിടെ എയർ ട്രാഫിക് കൺട്രോളറായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ജുവാൻ ഡി ലാകോർട്ടെ. അദ്ദേഹം തൻ്റെ പതിവ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ റഡാർ നിരീക്ഷിക്കുമ്പോഴാണ് ആ വിചിത്രമായ സംഭവം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഒരു വിമാനം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതുപോലെ റഡാറിൽ കാണപ്പെട്ടു. ആ സമയത്ത് വേറെ വിമാനങ്ങളൊന്നും ലാൻഡിങ്ങിന് ഉണ്ടായിരുന്നില്ല. ഡിലാകോർട്ടെ ഇതുവരെ ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലാത്തതിനാൽ തന്നെ അത് റീഡിങ്ങിലെ എന്തെങ്കിലും തെറ്റായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നില്ല. ഡിലാകോർട്ടെയും സഹപ്രവർത്തകരും അവരുടെ കരിയറിലെ ഏറ്റവും അവിശ്വസനീയമായ കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു വിമാനം എയർപോർട്ടിലേക്ക് വരുന്നത് അവർ കണ്ടു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ വിമാനം വളരെ പഴയതായിരുന്നു എന്നതാണ്. അത് കാലഹരണപ്പെട്ട മക്ഡോണൽ ഡഗ്ലസ് DC-4 എന്ന പാസഞ്ചർ വിമാനമായിരുന്നു. അതിൽ മോഡേൺ എഞ്ചിനുകൾക്ക് പകരം പഴയ പ്രൊപ്പല്ലറുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തരം വിമാനങ്ങൾ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവ ഇപ്പോൾ നിലവിലില്ലാത്തതായിരുന്നു. ആ വിമാനത്തിലെ പൈലറ്റ് എയർ ട്രാഫിക് ടവറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് കൂടുതൽ വിചിത്രമായി മാറി. അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡിലാകോർട്ടെ അവർ കാരക്കാസ് എയർപോർട്ടിലേക്ക് അടുക്കുകയാണെന്ന് മറുപടി നൽകുകയും അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തു. പൈലറ്റ് മറുപടി നൽകി, ഞങ്ങൾ പാനാം ഫ്ലൈറ്റ് 914 ആണ്. ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്ക് പോവുകയാണ്. 4 ജീവനക്കാരും 57 യാത്രക്കാരുമുണ്ട്. മിയാമിയിലേക്ക് പോകേണ്ട ഒരു വിമാനം ലക്ഷ്യസ്ഥാനത്ത് നിന്നും 1100 മൈൽ അകലെയുള്ള കാരക്കാസിലെ എയർപോർട്ടിൽ എന്താണ് ചെയ്യുന്നത്? അത് എങ്ങനെ അവിടെ എത്തി? ഡിലാകോർട്ടെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു. അടുത്തതായി അദ്ദേഹം കേൾക്കാൻ പോകുന്ന കാര്യത്തിന് അദ്ദേഹം ഒട്ടും തയ്യാറായിരുന്നില്ല. പൈലറ്റ് പറയുന്നതനുസരിച്ച് വിമാനം 1955 ജൂലൈ 2 രാവിലെ 9:55 മിയാമി എയർപോർട്ടിൽ ഇറങ്ങേണ്ടതായിരുന്നു. ആശയക്കുഴപ്പത്തിലായ ഡിലാകോർട്ടെ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വിമാനം ലാൻഡ് ചെയ്യാൻ അനുവാദം നൽകി. പൈലറ്റിന് ഭ്രാന്ത് പിടിച്ചതാണെങ്കിൽ പോലും വിമാനത്തിലുള്ള മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്ത ശേഷം
ഡിലാക്കോട്ടെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ ചോദ്യം ചോദിച്ചു. ഇന്ന് 1992 മെയ് 21 നിങ്ങൾക്കറിയാമോ? മറുഭാഗത്ത് ഒരു നിശബ്ദതയായിരുന്നു. ആ നിമിഷം രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടാവുക അപ്പുറത്ത് നിൽക്കുന്നയാൾക്ക് ഭ്രാന്താണെന്നാണ്. പരിഭ്രാന്തനായ പൈലറ്റ് ഡിലാക്കോട്ടയോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുകയാണ്. ഈ സമയത്ത് വിമാനത്തിനടുത്തേക്ക് പോയി യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തിറക്കാൻ ഡിലാക്കോട്ടെ എയർപോർട്ട് സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ പൈലറ്റിൻ്റെ പരിഭ്രാന്തമായ ശബ്ദമാണ് റേഡിയോയിലൂടെ കേട്ടത്. വേണ്ട, അകന്നു നിൽക്കൂ, ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. പൈലറ്റ് പറഞ്ഞതുപോലെ തന്നെ എൻജിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ടേക്ക് ഓഫ് അനുമതിക്കായി കാത്തു നിൽക്കാതെ വിമാനം റൺവേയിലേക്ക് പോവുകയും ചെയ്തു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് ഡിലാക്കോട്ടെ റേഡിയോയിലൂടെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. പൈലറ്റ് അത് ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെ ആ വിമാനം വീണ്ടും ആകാശത്തേക്ക് പറന്നുയർന്നു. കുറച്ചുനേരം ആ വിമാനം ആകാശത്ത് കാണാമായിരുന്നു. പിന്നീട് അത് റഡാറിൽ വെച്ച് വീണ്ടും അപ്രത്യക്ഷമായി മാറുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിലെ ജീവനക്കാർക്ക് അത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ 61 പേരുള്ള ഒരു വിമാനം എവിടെയോ നിന്നോ വരികയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തത് അവർ കൺമുന്നിൽ കണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും ഒരേ സമയം തോന്നിയ തോന്നലായിരുന്നുവോ, അത് ഹാലുസിനേഷൻ ആയിരുന്നുവോ അത്? പിന്നീട് ആ വിമാനം എവിടെയും കണ്ടിട്ടില്ല. യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇനി നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. അതിനായി നമുക്ക് കുറച്ചുകാലം പിറകിലേക്ക് സഞ്ചരിക്കണം. പാനാം ഫ്ലൈറ്റ് 914ൻ്റെ കഥ തുടങ്ങുന്നത് 1955 ജൂലൈ 2 പറയപ്പെടുന്നത്. സത്യത്തിൽ അത് തെറ്റാണ്. ഈ കഥ തുടങ്ങുന്നത് 1885 വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന ടാബ്ലോയിഡ് പത്രം ഈ സംഭവം നടക്കുന്നതിന് 7 വർഷം മുൻപ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റായി പ്രവർത്തിക്കുന്ന ഈ പത്രം ഫ്ലൈറ്റ് 914 പോലെയുള്ള ലോകത്തെ അമ്പരപ്പിക്കുന്ന വിചിത്രമായ കഥകൾ നൽകുന്നതിൽ പ്രശസ്തരാണ്. എങ്കിലും എന്തോ കാരണത്താൽ ആളുകൾ ഇത് വിശ്വസിച്ചു. ഈ കഥ കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടി അവർ 1993 1999 ഇത് വീണ്ടും പ്രസിദ്ധീകരിച്ചു. ബ്രൈറ്റ് സൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഈ വിമാനം കാണാതായതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടതോടെ ഈ കഥ കൂടുതൽ പ്രചരിച്ചു. ഇന്ന് ആ വീഡിയോയ്ക്ക് 23 മില്യണിലധികം വ്യൂസ് ഉണ്ട്. വീഡിയോയുടെ അവസാനം ഇതൊരു കെട്ടുകഥയാണെന്ന് അവതാരകൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും മിക്ക പ്രേക്ഷകരും ആ ഭാഗം വരെ കാണാറില്ല എന്നതാണ് സത്യം. ഏതൊരു കള്ളക്കഥയും പോലെ പാനാം ഫ്ലൈറ്റ് 914ൻ്റെ കാര്യത്തിലും പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളുമുണ്ട്. ഒന്നാമതായി, ഇങ്ങനെയൊരു വിമാനം ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല. അമാനുഷിക കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് പൈലറ്റ് അവിടെ ഇട്ടിട്ട് പോയ 1955 ഒരു പോക്കറ്റ് കലണ്ടർ തെളിവായി ഉണ്ടെന്നാണ്. പക്ഷേ ആ കലണ്ടർ എവിടെയെങ്കിലും ഉള്ളതായി ഒരു തെളിവുമില്ല. വീക്ക്ലി വേൾഡ് ന്യൂസ് ഈ വാർത്ത 3 തവണ പ്രസിദ്ധീകരിച്ചപ്പോഴും ജുവാൻഡീല കാർട്ടോയുടേതായി 2 വ്യത്യസ്ത ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഭവം ഒരിക്കലും നടക്കാത്തതുകൊണ്ട് ഫ്ലൈറ്റ് 914ൻ്റെ ചിത്രത്തിനായി അവർ മറ്റു സോഴ്സുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവം നടന്നിരുന്നെങ്കിൽ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുമായിരുന്നു. എന്നാൽ ഓതറൈസ്ഡായ ഒരു പത്രവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കൂടാതെ ബ്രൈറ്റ് സൈഡ് പുറത്തുവിട്ട വീഡിയോയിൽ യഥാർത്ഥ കഥയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് പാനാം ഫ്ലൈറ്റ് 914 എന്നൊരു സംഭവം നടന്നിട്ടില്ല എന്നതിലേക്കാണ്. എങ്കിലും ഈ കഥ കാലക്രമേണ പല രീതിയിൽ പ്രചരിക്കുകയും ഇതൊരു അർബൻ ലെജൻഡായി മാറുകയും ചെയ്തു. യാത്രക്കാർ ഒരു പ്രായവ്യത്യാസവുമില്ലാതെ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്തിയെന്നും ഡോക്ടർമാർ അവരെ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെത്തിയെന്നുമൊക്കെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. വിചിത്രമാണെങ്കിലും ഒരുപാട് ആളുകൾ ഇത് വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. UFO, ടൈം ട്രാവൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ കഥ എപ്പോഴും കടന്നു വരാറുണ്ട്. വിമാനം ഏതെങ്കിലും ടൈം പോർട്ടലിലൂടെയോ വേംഹോളിലൂടെയോ കടന്നു പോയതുകൊണ്ടാകാം മിയാമിക്ക് പകരം പതിറ്റാണ്ടുകൾക്ക് ശേഷം വെനിസ്വേലയിൽ എത്തിയത് എന്നാണ് ഏറ്റവും പ്രശസ്തമായ തിയറി. കാരക്കാസിൽ നിന്നും പറന്നുയർന്ന ശേഷം വിമാനം വീണ്ടും ആ വേംഹോളിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കാമെന്നും ചിലർ പറയുന്നു. ഏതായാലും ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.